Welcome to the Mind Machine channel. Stories that have never been seen in a movie before. Stories that have never been read in a book before. The traveler continues his journey by uncovering the stories of mysteries. Everyone who loves stories is invited to join Sundar Das's intriguing and surprising journey. Those who are late, please watch the previous chapters as well. Watch the thrilling stories of Sundar Das every Saturdays, 6 p.m. Don't forget to subscribe, like, and share this channel. Thank you. സുന്ദർ ദാസ് അയാളുടെ യാത്ര തുടരുകയാണ്. രാമേശ്വരത്തു നിന്നും തുടങ്ങിയ ആ യാത്ര ആസാമിലെ കാമാഖ്യയിൽ എത്തി നിൽക്കുന്നു. കാമാഖ്യയിലെ വിശേഷങ്ങൾ അറിയാൻ തുടർന്നു കാണുക. വടക്കേ ഇന്ത്യൻ സമൂഹത്തിൽ കാവ്യവസ്ത്രത്തിനു ലഭിക്കുന്ന സ്ഥാനവും പരിഗണയും ബഹുമാനവും എത്ര വലുതാണെന്ന് എനിക്കിപ്പോൾ നേരിട്ട് ബോധ്യമായി കഴിഞ്ഞു. രൂപത്തിലും ഭാവത്തിലും ഒരു സന്യാസിയായി മാറിക്കഴിഞ്ഞ ഞാൻ ഉൾഫ തീവ്രവാദികളുടെ നാടായ ആസാമിലെത്തി. കൊടുങ്കാടുകളും മലമ്പ്രദേശങ്ങളും ചതുപ്പുനിലങ്ങളുമുള്ള ആസാം ഇന്ത്യൻ മിലിട്ടറിക്ക് പോലും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന പ്രയാസകരമായ ഒരു ഭൂപ്രദേശമാണ്. എന്നാൽ എന്നെപ്പോലൊരു സന്യാസിക്ക് ഇതുവഴി നിർഭയം കടന്നുപോകാം. അങ്ങനെ ഞാൻ ആസാമിലെ കാമാഖ്യ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ആദിമ ഗോത്രവർഗ സംസ്കാരത്തിന്റെ പൈതൃകവും ആചാരാനുഷ്ഠാനങ്ങളും ഇന്നും അതേ നിലയിൽ പിന്തുടരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കാമാഖ്യ. ശിവക്ഷേത്രങ്ങളിൽ ലിംഗപൂജ നടത്തുമ്പോൾ ഇവിടെ നടത്തുന്നത് യോനീപൂജയാണെന്ന വ്യത്യാസമുണ്ട്. ദേവിയെ പ്രസാദിപ്പിക്കാൻ മൃഗബലി നടത്തിയിരുന്ന ഒരു ക്ഷേത്രമാണിത്. എന്നാൽ മൃഗബലി നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഇക്കാലത്ത് പോലും ഇവിടെ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നരബലി നടക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. നരബലിക്കുള്ള മനുഷ്യക്കുട്ടികളെ നേപ്പാളിൽ നിന്നും വിലക്ക് വാങ്ങുകയാണത്രേ പതിവ്. ചിലപ്പോഴൊക്കെ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും കൊള്ളാവുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നും ബലിയർപ്പിക്കാറുണ്ടത്രേ. കുട്ടികളെ പിടിക്കുന്നതിൽ ബഹുകേമന്മാരായ ഒരു സംഘമുണ്ട്. അവർ ആകർഷങ്ങളായ വേഷങ്ങൾ ധരിച്ച് ജാലവിദ്യകളും കൊച്ചു കൊച്ചു ചെപ്പടി വിദ്യകളും കാണിച്ച് കുട്ടികളെ പാട്ടിലാക്കുന്നു. മധുരമുള്ള മിഠായികൾ നൽകി അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കും. 2-3 ദിവസങ്ങൾ കൊണ്ട് കുട്ടികളുമായി വലിയ ചങ്ങാത്തത്തിലാകുന്ന ഇവർ ഇതിനകം ദേവിക്ക് ബലിയർപ്പിക്കേണ്ടുന്ന കുട്ടികളേതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കും. വളരെ രഹസ്യമായി മാത്രം കാണിക്കാൻ പറ്റുന്ന ചില ജാലവിദ്യകളുണ്ടെന്നും അത്തരം വിദ്യകൾ ഒറ്റയ്ക്ക് വന്നാൽ മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഇവർ തിരഞ്ഞെടുത്ത ചില കുട്ടികളെ മാത്രം പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഇതുവരെ ആരും കാണാത്ത ജാലവിദ്യകൾ രഹസ്യത്തിൽ കാണാനായി ഉത്സാഹത്തോടെ വരുന്ന ഈ കുട്ടികളെ കപട ജാലവിദ്യക്കാർ ഒരു ചെറിയ വാനിനുള്ളിലേക്ക് ആകർഷിച്ചു കയറ്റുന്നു. വാനിന്റെ ഡോറുകൾ അടയുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തും വരെ ആ വാതിലുകൾ പിന്നീട് തുറക്കപ്പെടുകയില്ല. ആ കുഞ്ഞുങ്ങളെ പിന്നീടാരും ജീവനോടെ കാണുകയുമില്ല. മനുഷ്യക്കുരുതികളുടെ ന്യായധർമ്മങ്ങളെക്കുറിച്ച് ആരാചാരന്മാരായ ഈ സ്വാമിമാർക്ക് യാതൊരുവിധ സംശയങ്ങളുമില്ല. 600 കോടിയിലേറെ ജനങ്ങളുള്ള ഈ ലോകത്ത് ദേവിക്ക് ബലിയർപ്പിക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ കുട്ടിയും എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഈ സ്വാമിമാർ അവകാശപ്പെടുന്നു. ജീവിതത്തിലെ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളുമൊന്നും അറിയാനിടവരാതെ നേരിട്ടുള്ള മോക്ഷപ്രാപ്തി ലഭിക്കുന്ന അപൂർവ ഭാഗ്യമാണത്രേ ബലിയർപ്പിക്കപ്പെടുന്ന ഈ കുട്ടികൾക്ക് വന്നു ചേരുന്നത്. ദേവിക്ക് മനുഷ്യരുടെ ചുടുചോര നൽകി സൂത്രത്തിൽ പുണ്യം നേടുന്ന ഈ സ്വാമിമാരെ കാപാലികർ എന്ന് വിളിക്കുന്നു. ഇവർ അഘോരന്മാരെ പോലെ തന്നെ കപോലം അഥവാ തലയോട് ധരിക്കുന്ന ശൈവ വിശ്വാസികളാണ്. ഇവർ ദുർമന്ത്രവാദങ്ങളിലും ദുഷ്കർമ്മങ്ങളിലും വിദഗ്ധരാണെന്ന് പറയപ്പെടുന്നു. 1001 ബ്രഹ്മചാരികളെ കാളിക്ക് ബലികൊടുത്തു സായുജ്യം നേടാൻ പരിശ്രമിച്ചു പരാജയപ്പെട്ട കാപാലികൻ എന്ന അസുരന്റെ പിന്മുറക്കാരാണ് ഈ സ്വാമിമാർ. 1000 ബ്രഹ്മചാരികളെയും വധിച്ച് 1001ാമത്തെ ബ്രഹ്മചാരിയായ ശങ്കരാചാര്യരെ വധിക്കാൻ തുടങ്ങുമ്പോഴാണ് ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദൻ ദുഷ്ടനായ കാപാലികനെ വധിച്ച് ശങ്കരാചാര്യരെ രക്ഷിച്ചത് എന്നാണ് ഐതിഹ്യം. മനുഷ്യക്കുരുതി, മൃഗബലി തുടങ്ങിയ പൈശാചികവും നിയമവിരുദ്ധവുമായ പ്രാകൃതാചാരങ്ങൾ ഇക്കാലത്തും ഈ ആധുനിക ഭാരതത്തിൽ രഹസ്യത്തിലെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ള സത്യം അവിശ്വസനീയവും അംഗീകരിക്കാനാവാത്തതുമാണ്. കുരുതിച്ചോര മണക്കുന്ന കാമാഖ്യയുടെ കൂടുതൽ കഥകൾക്ക് ചെവി കൊടുക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു. Thank you for watching. Stay tuned for the next episode. Goodbye.